ഇത് ഈ സഹിക്കുന്നവൻ വീണ്ടും സഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വരുമ്പോ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണല്ലോ അഷുറൻസ് പറയും. നമ്മളെ കാണാൻ വരുന്ന ആളുകളോട് ഇനി കാണുകയില്ല എന്നുള്ളതല്ലല്ലോ. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായി നമുക്ക് വേദന ഉണ്ടായെന്ന് അറിയിക്കുകയാണ്. ഇനി അത് രണ്ടു ഭാഗത്തു നിന്നും വരേണ്ടതാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ട അധികാരത്തിലുള്ളവരും അതിന്റെ ആശയമായി വരുന്നവരും ഈ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കേണ്ടവരെ അറിയിക്കുക. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജാതി മത വർഗഭേദമന്യേ എല്ലാവരും ഒത്തുകൂടി ആഘോഷിക്കുന്ന ഒന്നാണ് ക്രിസ്തുമസ്. പക്ഷേ ഇത്തവണത്തെ ക്രിസ്തുമസ് ആഘോഷം അത് വലിയ രീതിയിൽ വർഗീയവാദത്തിലേക്ക് വരെ പോകുന്ന സാഹചര്യമാണുള്ളത്. കുട്ടികളടങ്ങുന്ന കരോൾ സംഘത്തെ ആക്രമിച്ച സംഭവം തന്നെയാണ് പറഞ്ഞു വരുന്നത്. വലിയ രീതിയിൽ BJPക്ക് അടക്കം വലിയ ആശങ്കകൾ സൃഷ്ടിച്ചുകൊണ്ട് വിവാദ വിഷയമായിക്കൊണ്ടിരിക്കുകയാണിത്. പാലക്കാട് പുതുശ്ശേരി സുരഭി നഗർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയ സമയത്താണ് അവിടെ എത്തിയിട്ടുള്ള ഒരു കരോൾ സംഘത്തിനെതിരെ 2 പേർ ആക്രമണം അഴിച്ചുവിട്ട് രംഗത്തേക്ക് വരുന്നത്. കരോളിനെ ഉപയോഗിച്ച ഡ്രമ്മിൽ CPM എന്നെഴുതിയത് ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണത്തിന് തുടക്കം കുറിച്ചത്. സംഘത്തിന്റെ ബാൻഡ് സെറ്റും സാമഗ്രികളും നശിപ്പിക്കപ്പെട്ടു. സംഭവത്തിന് പിന്നിൽ RSS BJP പ്രവർത്തകരാണ് എന്ന് ആരോപിച്ച് കരോൾ സംഘം കസബ പോലീസിൽ പരാതി നൽകി. ഇന്നിപ്പോൾ പാലക്കാട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് പാലക്കാട് 2500ഓളം യൂണിറ്റുകളിലും കരോൾ നടത്തുമെന്നുള്ള ആഹ്വാനവും DYFI നടത്തിക്കഴിഞ്ഞു. എല്ലാ ആഘോഷങ്ങളും മതങ്ങൾക്കപ്പുറത്ത് ഒന്നായിട്ട് ആഘോഷിക്കുന്ന ഒന്നാണെന്നും അത് തടസ്സപ്പെടുത്താൻ വന്ന ആരാണെങ്കിലും അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകുമെന്നും ഒക്കെയാണ് DYFIയുടെ അറിയിപ്പ്. പുതുശ്ശേരി RSS പ്രവർത്തകർ കരോൾ സംഘത്തിന് നേരെ ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലാണ് തങ്ങൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതെന്ന് DYFIയും പറയുന്നു. ഈ സമയത്ത് വലിയ രീതിയിലുള്ള വിവാദ പരാമർശമായിട്ട് അല്ലെങ്കിൽ വിവാദമായിട്ട് വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ വിഭാഗം ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിരോധിക്കാത്തത്, അല്ലെങ്കിൽ RSS പ്രവർത്തകർക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിനോടുള്ള ഒരു സ്നേഹ നയം എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിന് തന്നെ ഒരു ഉന്നതൻ എന്ന് പറയുന്നത് പോലെ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാബ ഈ വിഷയത്തിൽ പ്രതികരിച്ച രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇതെന്താണ് ഇതിന് കാരണം എന്നുള്ളത് നമ്മൾ ഓരോ സ്ഥലത്തെയും സാഹചര്യങ്ങളെയും ഒക്കെ വിലയിരുത്തേണ്ടതുണ്ട്. പക്ഷെ ഇതൊട്ടും നമുക്ക് ചേർന്നതല്ലെന്നുള്ളതാണ് നമ്മളെ ഇപ്പൊ എന്നോട് ചോദിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. നമുക്ക് ചേർന്നതല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി അത് തന്നെയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നമുക്ക് ചേർന്നതല്ല ഈ സമീപനം. ഇത് പള്ളിയിൽ സംഭവിച്ചാലും അമ്പലത്തിൽ സംഭവിച്ചാലും മോസ്കിൽ സംഭവിച്ചാലും പൊതുസ്ഥലത്ത് സംഭവിച്ചാലും ഇത് നല്ലതല്ല എന്ന് മാത്രമാണ് നമുക്ക് ഉത്തരം പറയാനുള്ളത്. കാരണം സ്ഥലം നോക്കിയല്ല യേസോ നോയോ പറയുന്നത്. പൊതുവായി ഇതൊരു നല്ല സമീപനമല്ല. ഇതുവഴി നമ്മുടെ ദേശത്ത് ഒരു പുതിയ നന്മയും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ഉള്ള ബന്ധം കുറഞ്ഞു പോവുകയും വെറുപ്പുണ്ടാകുകയും പിന്നീട് ശ്രദ്ധ വർദ്ധിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. നമ്മളെല്ലാത്തിനും വലിയ ഒരു ശ്രദ്ധ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അതിന്റെ കൂടെ ഇല്ല എന്ന് പറയുകയും ചെയ്യേണ്ടുന്നതാണ് ഇതിന്റെ ഒരു കർത്തവ്യം. അത് പലപ്പോഴും നമുക്ക് ആശ്വാസം തോന്നുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ വി ഡോണ്ട് അപ്രൂവ്, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഒരു സാക്ഷ്യം വരികയാണ്. ഈ ഒറിജിനൽ നിലവാരം പറയുന്നത് എന്താ ഉദ്ദേശിച്ചത്? അല്ല, പ്രതിഷേധത്തെ ആണോ വാക്കാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അത് അങ്ങനെ അല്ലല്ലോ നമ്മൾ അതിനെ കാണേണ്ടത്. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, 2 കാര്യം. നമ്മളെ കാണാൻ വരുന്നവരെ പുറത്താക്കുന്നതല്ല ഇതിന്റെ ഉത്തരം. നമ്മളെ കാണാൻ വരുന്നവന് ഇക്കാര്യത്തിൽ എടുക്കേണ്ടതായ നിലപാടിന്റെ ഒരു ഉറപ്പാണ്. ഇത് ഈ സഹിക്കുന്നവൻ വീണ്ടും സഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വരുമ്പോ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണല്ലോ അഷുറൻസ് പറയുന്നത്. ഇപ്പോ ഇവിടെ ചോദിച്ചു സഭകളായതൊരു നിലപാട് പറയുന്നില്ലെന്ന്. CBCI ആണ് ആദ്യത്തെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ആണ് ഇന്നലെ തന്നെ അതിശക്തമായ പ്രതിഷേധ കുറിപ്പ് ഡൽഹി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടെന്ന് അറിഞ്ഞുകൂടെ? അതിശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ആഭ്യന്തരമന്ത്രിക്ക് അങ്ങനെ കത്തയക്കുന്ന പതിവ് ഇല്ലായിരുന്നു. കത്തയച്ചിട്ടുണ്ട്. നമ്മുടെ കൺസേൺ അറിയിച്ചിട്ടുണ്ട്. ഇത് രാജ്യവ്യാപകമായി എല്ലായിടങ്ങളിലും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നില്ല. പക്ഷേ ഒരു വശത്ത് പ്രധാനമന്ത്രി ഒരു ദേവാലയത്തിൽ പോയി ക്രിസ്മസിന്റെ
സന്തോഷത്തിൽ ആഘോഷത്തിൽ സംബന്ധിക്കുന്നു. വേറൊരു സ്ഥലത്ത് ഇതിന് നേരെ വിപരീതമായ കാര്യം നടക്കുന്നു. ഇവിടെയാണ് നമുക്ക് ഒരു കൃത്യമായ ഒരു ബോധം കൊടുക്കേണ്ടത് കാര്യം. അതായത് പറഞ്ഞത് അതൊക്കെ ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. ഇതിൽ നമ്മുടെ താല്പര്യമല്ല, നമ്മുടെ പദ്ധതിയിൽപ്പെട്ടതല്ല എന്ന് പരസ്യമായി ആവർത്തിച്ച് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മളിൽ നിരന്തരമായി ബന്ധപ്പെട്ടവരെ ഈ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ അതിന് ആനുപാതികമായി പലപ്പോഴും പ്രസ്താവനകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു ആക്ഷൻ പ്ലാനിൽ അത് സ്ഥിരമായി നമുക്ക് അത് കാണപ്പെടുന്ന ഫലം ഉണ്ടാക്കുന്നില്ല എന്നതാണ് നമുക്കുള്ള ആകാംക്ഷ. അല്ല, അതിനെ നമുക്ക് എന്താണെങ്കിലും അപ്പുറത്ത് അല്ല അതല്ല, നമുക്ക് ആയുധമാർഗം വെച്ചുകൊണ്ടുള്ള പരിപാടിയില്ലല്ലോ. പ്ലെയിനായിട്ട് പറഞ്ഞാൽ ഇല്ല. അക്രമ സംഭവം ആവർത്തിക്കാതിരിക്കേണ്ടത് അധികാരത്തിലുള്ളവർ ചെയ്യേണ്ടുന്ന കാര്യമാണ്. അത് നമുക്ക് കയ്യിലെടുക്കാൻ പോകും. അധികാരം കൈയാളാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോ അത് ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ നിലപാടെടുത്ത് അത് വ്യക്തമാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏതായാലും ഈ കാര്യത്തിലുള്ള സഭയുടെ ആകാംക്ഷയും വേദനയും ബന്ധപ്പെട്ട അധികാരികളെ ശക്തമായി തന്നെ ഇങ്ങോട്ടൊന്നും അറിയിച്ചില്ല എന്ന് പറയുന്നത് അതേക്കുറിച്ച് ഒരുപക്ഷെ അത്ര ഒറ്റപ്പെടാത്തത് കൊണ്ടായിരിക്കാം. അത് നിങ്ങളത് പറയുന്നില്ല എന്ന് നിങ്ങൾ പ്രസ്യൂം ചെയ്യുന്നത് കൊണ്ടല്ലേ. നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഇവരോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് വേറൊരു കാര്യം. നമ്മളെ കാണാൻ വരുന്ന ആളുകളോട് ഇനി കാണുകയില്ല എന്നുള്ളതല്ലല്ലോ. നമുക്ക് ചില കാര്യങ്ങളിൽ കൃത്യമായി നമുക്ക് വേദനയുണ്ട് എന്ന് അറിയിക്കുകയാണ്. ഇനി അത് രണ്ട് ഭാഗത്തു നിന്നും വരേണ്ടതാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ട അധികാരത്തിലുള്ളവരും അതിന്റെ ആശയമായി വരുന്നവരും ഈ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കേണ്ടവരെ അറിയിക്കുക. ഈ കമ്മ്യൂണിറ്റി ഇങ്ങനൊരു കൺസേൺ അറിയിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ സിസ്റ്റേഴ്സിനെ അവിടെ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ പരസ്യമായി ഈ വഴിയിലേക്ക് ഇറങ്ങി എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ആ പ്രൊട്ടസ്റ്റ് പറഞ്ഞത് അവിടെ അത്രയും കൺസേൺ നമ്മൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും വേദനകളും ഉണ്ടാകുന്നുമുണ്ട്. ക്രിസ്മസ് പോലെയുള്ള പൊതുവായ ഒരു ആഘോഷത്തിന്റെ ഒരു ഇടയിൽ ഇങ്ങനെയുള്ള കല്ലുകടിയും ഇങ്ങനെയുള്ള മനസ്സിനെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളും അത് ആരുടെ ഭാഗത്തു നിന്ന് വന്നാലും നമ്മൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ക്രിസ്ത്യാനിയുടെ ഒരു തിരുനാളായതുകൊണ്ടല്ല, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും പൊതുസമൂഹത്തിലാണെങ്കിലും ഒരിക്കലും അത് മുന്നോട്ട് പോകുവാൻ നമുക്കാവില്ല. അതാണ് നമ്മുടെ നിലപാട്. അപ്പൊ സന്തോഷം. അപ്പം നമ്മൾ ലാസ്റ്റ് ചർച്ച ചെയ്ത വിഷയം മാറിയ സ്കോളയുമായി ബന്ധിപ്പിച്ച് എഴുതരുത്. അതിന്റെ രണ്ടായിട്ട് മാത്രമേ കൂട്ടി കടന്നു പോകാനുള്ളൂ. നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി ഞാൻ നമ്മുടെ ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങള് വൈസ് പ്രസിഡന്റിന്റെ പ്രോട്ടോകോളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോ സമയബന്ധിതമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ യു ആർ വെൽക്കം. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ സ്ഥലം ഉണ്ടാകും. അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള മറ്റ് എൻട്രി കാർഡ്, ഐഡന്റിറ്റി കാർഡ് അതൊക്കെ ക്രമീകരിച്ച് നമുക്ക് ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം. അത് പത്രത്തിൽ കൃത്യമായി ഓരോ പള്ളി ഞാൻ പറഞ്ഞു. എന്റെ കാര്യം എനിക്ക് പറയാൻ കൃത്യമായ സമയം ടൈം ടേബിൾ. ഞാൻ സെന്റ് മേരീസ് കത്തീഡ്രലില് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ക്രിസ്മസിന്റെ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും അവിടുത്തെ കൂട്ടായ്മയും പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലില് ഇതുപോലെ കൃത്യം ടൈം വെച്ച് ഓരോ പള്ളിയിലെ പറയാൻ എനിക്ക് സാധിക്കുകയില്ല. അത് കൃത്യമായി അത് നമുക്ക് ഒന്ന് അറിയിപ്പ് പത്രത്തിൽ കിട്ടും എന്ന് ഞാൻ കരുതുന്നു, ചാനലിൽ കിട്ടും എന്ന് കരുതുന്നു.